അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ഹോൾഡിംഗ് മേജറായിട്ട് ഉണ്ടാവില്ല. ഇത് മുഴുവൻ റൺ ചെയ്യുന്നത് പ്രൊഫഷണൽസും സിസ്റ്റംസും എല്ലാം ആയിരിക്കാം. സാർ, ഈ ഫാമിലി ബിസിനസ്സും നോൺ ഫാമിലി ബിസിനസ്സും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഇതിനകത്ത് നോൺ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയുടെ നേരെ എതിർവശത്തായിരിക്കും. അത് ചിലപ്പോൾ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആവാം, കോർപ്പറേഷൻസ് ആവാം, മൾട്ടിനാഷണൽ കമ്പനീസ് ആവാം. അതിൻ്റെ അത് ബേസിക്കലി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഒത്തിരി ഡിഫറൻ്റ് ആയിരിക്കും, സ്കാറ്റേഡ് ആയിരിക്കും. ഓക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഫാമിലി റൺ അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു ഹോൾഡിംഗ് മേജറായിട്ട് ഉണ്ടാവില്ല. ഇത് മുഴുവൻ റൺ ചെയ്യുന്നത് പ്രൊഫഷണൽസും സിസ്റ്റംസും എല്ലാം ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സ് വരാം, ടൈഅപ്സ് വരാം, അങ്ങനെയുള്ള കോർപ്പറേഷൻസ്, പിന്നെയുള്ള നമ്മുടെ ട്രസ്റ്റുകൾ, നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്, നമ്മുടെ റിലീജിയസ് ഓർഗനൈസേഷനുമായിട്ടുള്ള ട്രസ്റ്റുകളുണ്ട്, അല്ലാണ്ടുള്ള ട്രസ്റ്റുകളുണ്ട്, സൊസൈറ്റീസ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിലിയുടെ ഒരു കൺട്രോളിലില്ലാത്തതെല്ലാം മറ്റേ കാറ്റഗറിയിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.